بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد قال المصنف رحمه الله بسم الله الرحمن الرحيم الحمد لله الفتاح الجواد المعين على التفقه في الدين من اختاره من العباد وأشهد أن لا إله إلا الله شهادة تدخلنا دار الخلود وأشهد أن سيدنا محمدا عبده ورسوله صاحب المقام المحمود صلى الله وسلم عليه وعلى آله وأصحابه الأمجاد صلاة وسلاما أفوز بهما يوم المعاد. മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥമാകുന്ന ഈ ഗ്രന്ഥം ആരംഭിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധമായ വാക്യം കൊണ്ടാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല യുടെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ആരംഭിക്കുന്നത് ബിസ്മി കൊണ്ടാണ്. അതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തറു ഔ അഖ്തഉ ഔ അജ്ദമു. ഏതൊരു കാര്യവും ദീബാലിൻ അനിഷേധ്യമായി ഇസ്ലാമിൽ അറിയപ്പെട്ട, അംഗീകരിക്കപ്പെട്ട, ഗൗനിക്കപ്പെടുന്ന ഏതൊരു കാര്യവും ലാ യുബ്ദഉ ഫീഹി അതിൽ തുടങ്ങപ്പെടുകയില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ട് ഫഹുവ അബ്തർ ഔ അഖ്തഉ ഔ അജ്ദമു. ഇങ്ങനെ 3 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് ഏതായാലും ശരി, ഇതിന്റെ അർത്ഥം, ഉദ്ദേശിക്കപ്പെട്ട അർത്ഥം അവിടെ ഖലീലുൽ ബറക്ക, ബറക്കത്ത് കുറഞ്ഞതാണ്, സമൃദ്ധി കുറഞ്ഞതാണ് എന്നാണ്. അത് ഓരോ വസ്തുവും അതിൻ്റെതായ സ്ഥിതിപ്രകാരമായിരിക്കും ബറക്കത്ത് കുറയുന്നത്. അത് ഗ്രന്ഥരചനയാകുമ്പോൾ ആ ഗ്രന്ഥം കൊണ്ട് ജനങ്ങളുടെ ഉപയോഗം കുറയുക എന്നുള്ളതായിരിക്കും അബ്തർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ബിസ്മി കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ പരിപൂർണമായ ആ ബറക്കത്ത് ആ ഗ്രന്ഥത്തിൽ ഉണ്ടാകും. അതുപോലെ നാം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. കാരണം നാം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിൽ നമ്മോടുകൂടെ ആ ഭക്ഷണത്തിൽ പിശാചും കൂടെ പങ്കുകാരനാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിസ്മി നാം ഭക്ഷണം കഴിക്കുന്നതിന്റെ ആരംഭത്തിൽ തന്നെ ആദ്യമായിട്ട് നിർവഹിക്കണം ബിസ്മി. ഇനി അങ്ങനെ ഒരാൾ മറന്നാലോ, ചിലപ്പോൾ ബിസ്മി ചൊല്ലാൻ മറന്നു പോകുമല്ലോ, അങ്ങനെ മറന്നു കഴിഞ്ഞാൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് നാം ചൊല്ലേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഏത് നല്ല കാര്യങ്ങളിലും ഇസ്ലാം അതിൽ സുന്നത്തായി, ബിസ്മി ചൊല്ലൽ സുന്നത്തായി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, ഇസ്ലാം അതിൽ ബിസ്മി ചൊല്ലൽ സുന്നത്തായി കൽപ്പിച്ച കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കൽ, അതുപോലെ വുളൂ ചെയ്യുമ്പോൾ, കുളി തുടങ്ങുമ്പോൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം ബിസ്മി കൊണ്ട് നാം തുടങ്ങണം. അങ്ങനെ തുടങ്ങിയിട്ടില്ല എങ്കിൽ അതിൻ്റെതായ ബറക്കത്ത് ചുരുങ്ങി പോകുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പക്ഷെ ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹറാമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ കറാഹത്തായ എന്തെങ്കിലും പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ബിസ്മി ചൊല്ലലോ അത് അതിൻ്റെതായ ഹുക്കുമാണ്. ഹറാമായ കാര്യം ചെയ്യുന്ന സമയത്ത് കള്ളു കുടിക്കുമ്പോൾ ഒരാൾ ബിസ്മി ചൊല്ലി കള്ളു കുടിക്കൽ അത് ഹറാമാണ്. അതുപോലെ കറാഹത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ
ബിസ്മി ചൊല്ലൽ എന്താണ്? കറാഹത്താണ്. അതുപോലെ ബിസ്മി ചൊല്ലൽ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ വേസ്റ്റുകള് അതൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ജോലികൾ ഒക്കെ ചെയ്യുന്ന ആളുകൾ, മുനിസിപ്പാലിറ്റി ജോലി, അതുപോലെ എന്ന് പറഞ്ഞാൽ മുസ്തഖ്ദറാത്തായ മലീമസമായ വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കം ചെയ്യുന്ന രീതിയിലുള്ള ജോലികളൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ബിസ്മി ചൊല്ലൽ ഉപേക്ഷിക്കലാണ് നല്ലത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പൊ മുസന്നിഫ് റഹിമഹുല്ലാ ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഈ ഗ്രന്ഥരചന, അള്ളാഹുവിന്റെ നാമം കൊണ്ട് സഹായം തേടുന്നതായ സ്ഥിതിയിൽ ഞാൻ ഈ ഗ്രന്ഥരചന ആരംഭിക്കുന്നു. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ബറക്കത്തെടുത്തവനായിക്കൊണ്ട് ഞാൻ ഈ ഗ്രന്ഥരചന ആരംഭിക്കുന്നു എന്ന് ഗ്രന്ഥരചനയാകുമ്പോൾ, നാം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു. അത് ഓരോ വസ്തുവിനും അതിന്റേതായ അവസ്ഥയിലായിരിക്കും വരിക എന്ന് നാം മനസ്സിലാക്കുക. അർ-റഹ്മാനിർ റഹീം, എങ്ങനത്തെ അള്ളാഹുവാണ്? റഹ്മാനും റഹീമുമായ അള്ളാഹു. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ റബ്ബ്. അർ-റഹീം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം പാരത്രികമായ ലോകത്ത് ഗുണം ചെയ്യുന്നവൻ. അള്ളാഹുവിന്റെ കരുണ, റഹ്മത്ത്, ആ റഹ്മത്ത് ആഖിറത്തിൽ ലഭിക്കുന്നത് അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മാത്രമാണ്. വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അവിടെ വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്റെ കാരുണ്യം അത് എല്ലാ വസ്തുവിനും വിശാലമാണ്. എന്നാൽ ഫസഅക്തുബുഹാ, ശേഷം അതിനെ ഞാൻ നൽകുന്നത് ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അത് എന്നെ കൊണ്ട് വിശ്വസിക്കുകയും സകാത്ത് നൽകുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നിർവഹിക്കുകയും ചെയ്തവർക്കാണ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രം ബന്ധപ്പെട്ടതാണ്, മുഅ്മിനീങ്ങൾക്ക് മാത്രം ബന്ധപ്പെട്ടതാണ്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ ഒരു ചെറിയ വിവരണം ഇൻഷാ അല്ലാഹ് മുസന്നിഫ് തന്നെ ശേഷം അതിന്റെ ലുഗവിയായ മറ്റും വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അവിടെ വിശദീകരിക്കാം. പിന്നീട് ബിസ്മി കഴിഞ്ഞതിന് ശേഷം മുസന്നിഫ് തുടരെ തന്നെ പറഞ്ഞിട്ടുള്ളത് അൽഹംദുലില്ലാഹ് എന്നുള്ള ഹംദാണ്. സർവസ്തുതിയും ലില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്കാണ്. എല്ലാ സ്തുതികളും അത് അള്ളാഹുവിനാണ്. ഏത് സ്തുതികളുണ്ടോ ആ സ്തുതികൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലാക്കാണ്. ഹംദ്, ഈ സ്തുതിക്കുക എന്നുള്ള വിഷയം, അത് ഒരു നിഅമത്ത് നമുക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ എല്ലാ നിഅമത്തിന്റെ മേലിലുമുള്ള സ്തുതികൾ അത് അള്ളാഹുവിനാണ്. അപ്പോ ഒരാൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ നിഅമത്തുകളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ഒരു വ്യക്തിക്കും തന്നെ എണ്ണിത്തീർക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ അതിനെ ക്ലിപ്തമാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ. അപ്പോൾ നാം മൊത്തത്തിൽ അള്ളാഹുവിന്റെ നിഅമത്തുകൾ, നമുക്ക് അള്ളാഹു നൽകിയ ഒരുപാട് നിഅമത്തുകൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിനെ കുറിച്ച് തന്നെ നാം ചിന്തിക്കുകയാണെങ്കിൽ, അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല ഈ സമയത്ത്. അപ്പോ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, ഇപ്പൊ നാം ഒരാളെ കണ്ടുമുട്ടുന്നു. അങ്ങനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കും, ഇവിടെ അറബികളൊക്കെ ആയ ആളുകളാണെങ്കിൽ ചോദിക്കും, കൈഫ ഹാലുക്, നിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ സാധാരണയായിട്ട് അതിന് മറുപടി ആയിട്ട് അൽഹംദുലില്ലാഹ്
സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറയും. അതിപ്പോ റോട്ടിൽ ഒരാള് ആക്സിഡന്റ് ആയിട്ട് കാല് മുറിഞ്ഞു കിടക്കാണ്. അദ്ദേഹത്തോട് ചോദിച്ചാലും അദ്ദേഹം എന്താ പറയാ? അൽഹംദുലില്ലാ എന്നാണ് ഈ അറബികളുടെ ഒരു സമാധാനമായ ഒരു രൂപവും അവരുടെ ഒരു ഉപയോഗവും അങ്ങനെയാണ്. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. നേരെ മറിച്ച് നമ്മുടെ നാടുകളിലൊക്കെ ആണെങ്കിലോ എന്താ ഉണ്ടാകുക? എന്താപ്പോ എന്റെ വിവരം, സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനിക്ക് ശാരീരികമായോ സാമ്പത്തികമായോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവൻ നൽകുന്ന മറുപടി അങ്ങനെ പോകുന്നുണ്ട്, അതങ്ങനെ പോകുന്നുണ്ട്. നേരെ മറിച്ച് ഇതുപോലെ ഒരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട് പരിക്കൊക്കെ പറ്റിക്കിടക്കുന്ന വ്യക്തിയുടെ കൊണ്ട് നമ്മളങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, അണക്കിപ്പോ ചോദിക്കാൻ പറ്റിയ നേരം, ഞാനിവിടെ വീണ് കിടക്കുമ്പോ എന്റെ അവസ്ഥ ചോദിക്കുന്നു എന്നൊക്കെ എന്ത് ചെയ്യും, ഒരു പ്രതികരണം നമുക്ക് കേൾക്കാൻ കഴിയും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തണം. എന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും, എന്തു പ്രതിസന്ധിയാണെങ്കിലും, എന്ത് വിഷമമാണെങ്കിലും അവിടെ അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. കാരണം അതല്ലാത്ത ഒരുപാട് നിഅമത്തുകൾ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവുകയും അതേ രൂപത്തിൽ എന്താവണം, നാം അള്ളാഹുവിനെ ഹംദ് ചെയ്യുകയും വേണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരാളോട് അതിനൊരു മര്യാദ ഉണ്ട്. ഇപ്പൊ നിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ ഈ അഭിമുഖീകരിക്കപ്പെടുന്ന വ്യക്തിയോട്, അഭിമുഖീകരിക്കുന്ന ആള്, അദ്ദേഹം നിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എന്ത് പറയണം? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നാണ് പറയേണ്ടത്. ഇനി പ്രയാസങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്നും പറയുക എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥമായ രൂപം. പിന്നെ ഈ ഹംദ്, അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഹംദിനിക്ക് ഒരു 3 നിബന്ധന ഉണ്ട്, ഷർത്ത്. അതും കൂടെ നാം എന്ത് ചെയ്യണം? അതിന്റെ യഥാർത്ഥമായി അതും കൂടെ നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് അത് പരിപൂർണമായ ഒരു ഹംദായി വരുന്നത്. അതെന്താന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണല്ലോ ഈ അനുഗ്രഹങ്ങൾ. അപ്പോൾ ഇതെല്ലാം നൽകിയത് അല്ലാഹുവാണ് എന്നുള്ള ഒരു കാര്യം നാം മനസ്സിലാക്കണം. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ ആ കാര്യം കൊണ്ട് നാം തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അൽ ഖനാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഇനി എന്തായാലും സാമ്പത്തികമായ വിഷയത്തിൽ അല്പം പിന്നോക്കമാണെങ്കിലും, അതല്ലെങ്കിൽ ശാരീരികമായി സിഹത്തിന്റെ വിഷയത്തിൽ അല്പം പിന്നോക്കമാണെങ്കിലും ഒക്കെ ഇതൊക്കെ നൽകിയവൻ അള്ളാഹുവാണ്, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നു. അതാണല്ലോ മഹാനായ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെങ്കിൽ ഫഅൻത വമാലികുദ് ദുനിയാ സവാ, നീയും ദുനിയാവിലെ രാജാക്കന്മാരും എല്ലാവരും സമാണ്. കാരണം ഈ ദുനിയാവിൽ ആർക്കും എത്ര കിട്ടിയാലും മതിയാകൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നാം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ ആ നിഅമത്ത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എന്ന് പറയണം. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഈ അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് നാം പറയുമ്പോൾ അവിടെ അള്ളാഹു നമുക്ക് നൽകിയതായ ആരോഗ്യം, അള്ളാഹുവിന്റെ ഖുവ്വത്തിൽ നിന്നും നമുക്ക് നൽകിയതായ ശക്തി, ഈ ശക്തി ഉപയോഗിച്ച് നാം അള്ളാഹുവിന് ദോഷം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാണ്. ഇവിടെയും ഹദീസ് ഉണ്ട്, കുല്ലു അംരിൻ ദീബായിൻ ലാ യുബ്ദഉ ഫീഹി ബിഹംദില്ലാ ഫഹുവ അബ്തർ എന്ന ഹദീസ് വരുന്നുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാറുണ്ട്. കാരണം രണ്ടും ഹദീസാണ്. ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ അബ്തറാണ്, അതുപോലെ ഹംദ് കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിലും അബ്തറാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ടും തുടങ്ങുക എന്നുള്ളത്, കാരണം ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ ഹംദ് കൊണ്ട് തുടങ്ങൽ നഷ്ടപ്പെടും, ഹംദ് കൊണ്ട് തുടങ്ങുകയാണെങ്കിലോ ബിസ്മി കൊണ്ട് തുടങ്ങലും നഷ്ടപ്പെടുമല്ലോ. രണ്ടും പരസ്പരം വൈരുദ്ധ്യം വരുന്നുണ്ടല്ലോ എന്നൊരു സ്വാഭാവികമായി ഇവിടെ നമുക്കൊരു സംശയം വരാറുണ്ട്. അതിന്റെ പണ്ഡിതന്മാര് മറുപടി നൽകുന്നുണ്ട്. എന്ത്? അതായത് ബിസ്മി കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഹഖീഖത്തൻ നിലക്കുള്ള തുടക്കം തന്നെയാണ്. ബിസ്മി കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഹഖീഖി തന്നെയാണ്. ഹംദ് കൊണ്ട് തുടങ്ങലോ അത് ആപേക്ഷികമാണ്, ഹംദ് കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നുള്ളത് അത് ഹഖീഖത്തിന്റെ മേൽ വെച്ചാൽ മതി. യഥാർത്ഥത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് യാതൊന്നും മുൻകടക്കാതിരിക്കുക എന്നാണ്. ഹഖീഖിയായ തുടക്കമാകുമ്പോൾ, ഹഖീഖത്തിലുള്ള തുടക്കമാകുമ്പോൾ അതിന്റെ മുമ്പ് മറ്റൊന്നും മുന്തി വരാതിരിക്കുക എന്നാണ്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് തന്നെയാണ് ആദ്യത്തിലുള്ളത്. പക്ഷെ ഹംദ് ആകുമ്പോഴോ അവിടെ ബിസ്മിയുണ്ട്. പക്ഷേ മറ്റുള്ളതിനെ കൊണ്ടൊക്കെ ചേർത്ത് നോക്കുമ്പോൾ ബിസ്മി കഴിഞ്ഞ ഉടനെ തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഹംദ് കൊണ്ട് തുടക്കമായി. പക്ഷെ ഹംദ് കൊണ്ട് തുടങ്ങുന്നത് ആപേക്ഷികവും ബിസ്മി കൊണ്ട് തുടങ്ങുന്നതാണ് യഥാർത്ഥത്തിലുള്ള തുടക്കം, ഹഖീഖിയായ തുടക്കം എന്ന് നാം മനസ്സിലാക്കിയാൽ മതി. പിന്നീട് മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്നു, അൽഹംദുലില്ലാഹ് അൽ ഫത്താഹ്, എല്ലാ അനുഗ്രഹങ്ങളുടെയും കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന റബ്ബാണ്. എങ്ങനത്തെ അല്ലാഹുവാണ്? അൽ ഫത്താഹി, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ അവന്റെ അടിയാറുകൾക്ക് തുറന്നു കൊടുക്കുന്നവനായ റബ്ബുൽ ഇസ്സത്തായ നാഥൻ. ഈ ഫത്താഹി എന്നുള്ളത് അത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഫത്താഹി എന്നുള്ള ഇസ്മ് സദാസമയം നാം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് വളരെ എളുപ്പമായി നല്ല രീതിയിലായി വരാൻ സാധ്യതയുണ്ട് എന്നല്ല, അത് ശറഹ് അസ്മാഉല്ലാഹിൽ ഹുസ്നയിൽ ഈ വിവരം വിവരിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. മാത്രമല്ല ഫത്താഹ് എന്നുള്ള ദിക്റ് സുബ്ഹി നിസ്കാരത്തിന് ശേഷം 71 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ റിസ്ഖ് വിശാലമാകും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ശറഹ് അസ്മാഇല്ലാഹിൽ ഹുസ്ന എന്നുള്ള ഗ്രന്ഥത്തിൽ ഈ വിഷയം വിവരിക്കുന്നുണ്ട്. പിന്നീട് അൽ ഫത്താഹ് അൽ ജവാദ്, ജവാദായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ജവാദ് എന്ന് പറഞ്ഞാൽ അൽ അതാ വൽ ജവാദ് എന്ന് പറഞ്ഞാൽ അൽ അതാ, ജനങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നൽകുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ അൽ മുഈനി അല തഫഖുഹി ഫിദ്ദീൻ, ദീനിൽ വിവരസ്ഥനാകുന്നതിന്റെ മേൽ സഹായിക്കുന്നവൻ അത് അല്ലാഹുവാണ്. ദീനിൽ വിവരങ്ങൾ കരസ്ഥമാക്കുന്നതിന്റെ മേലിൽ സഹായിക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരെ സഹായിക്കുക? മനിഖ്താറഹു മിനൽ ഇബാദ്, അടിമകളിൽ നിന്നും അവൻ തെരഞ്ഞെടുത്തതായ ആളുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തതായ ആളുകളെ ദീനിൽ അവർക്ക് വിവരമുണ്ടാകുക, ആ വിവരമുണ്ടാകുന്നതിന്റെ മേലിൽ സഹായിക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്ന ഹദീസിലേക്ക് സൂചനയായിട്ടാണ് മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്നത്. പിന്നീട് വ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ഷഹാദതൻ തുദ്ഖിലുനാ ദാറൽ ഖുലൂദ്. വ അശ്ഹദു, അശ്ഹദു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. അല്ലാ ഇലാഹ ഇല്ലല്ലാ, അൻ തീർച്ചയായിട്ടും കാര്യം ലാ ഇലാഹ ഇല്ലല്ലാ, ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ യാഥാർത്ഥ്യത്തിനോട് ബന്ധിച്ചതായ സ്ഥിതിയിൽ ആരാധിക്കപ്പെടാൻ ഒരു ഇലാഹും തന്നെ ഇല്ല, അത് അല്ലാഹു മാത്രമാണ്. ഷഹാദത്തൻ, ഒരു ഷഹാദത്ത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വാഷദു, മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. ഷഹാദത്തൻ, ഒരു ഷഹാദത്ത്. എങ്ങനത്തെ ഷഹാദത്താണ്? തുദ്ഖിലുന, ആ ഷഹാദത്ത് നമ്മെ പ്രവേശിപ്പിക്കുന്നതാണ് ദാറൽ ഖുലൂദ്, ശാശ്വതമായ സുവലോക സ്വർഗത്തിൽ, ശാശ്വതമായ വീട്ടിൽ. വ അശ്ഹദു അന്ന സയ്യിദന മുഹമ്മദൻ, തീർച്ചയായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ അബ്ദാണ്, അടിമയാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുമാണ്. അല്ലാഹുവിന്റെ അബ്ദാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ആരാണ് റസൂല് എന്നൊക്കെ മുസന്നിഫ് തന്നെ ശേഷം വിവരിക്കുന്നുണ്ട്. എങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്? സാഹിബുൽ മഖാമിൽ മഹ്മൂദ്. وأشهد أن سيدنا محمدا عبده ورسوله صاحب المقام المحمود. മാണ് സാഹിബുൽ മഖാമിൽ മഹ്മൂദ്,
എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്തിന്റെ ഉടമ, സ്തുതിക്കപ്പെടുന്ന സ്ഥാനം. ഈ മഖാമാണ് ഏത്? അശ്ശഫാഅത്തുൽ ഉളുമാ. എല്ലാ ആളുകൾക്കും ആവശ്യമായി വരുന്ന ശഫാഅത്ത്. ആ ശഫാഅത്തിന്റെ ഉടമ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കാരണം ഇത് മഹ്ശറയിൽ വെച്ചുകൊണ്ട് കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ അവിടെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വിഭജിക്കാൻ വേണ്ടി ഓരോ ആളുകളുടെയും നന്മതിന്മകൾ വേർതിരിച്ചുകൊണ്ട് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബിന് വേണ്ടി നിർത്തുന്ന സന്ദർഭത്തിൽ അവിടെ സൂര്യൻ ഒരു ചാണ് മുകളിൽ വന്നു നിൽക്കുന്ന സമയത്ത് എല്ലാവരും വളരെ പ്രയാസപ്പെടുന്നതായ ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ ഓരോ ആളുകളും വളരെ വിശാലമായ ഹദീസിലൂടെ ആ വിവരം പഠിപ്പിക്കുന്നുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെല്ലുന്നു, പിന്നീട് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെല്ലുന്നു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെല്ലുന്നു, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെല്ലുന്നു, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെല്ലുന്നു ശഫാഅത്തിന് വേണ്ടി. എല്ലാവരും അവർക്കുള്ള ഓരോരോ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഓരോ ഉദ്റുകളും അവരെല്ലാവരും സമർപ്പിക്കുന്നു. അങ്ങനെയാണ് അവരെല്ലാവരും അവസാനത്തെ പ്രവാചകരാകുന്ന അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനലഹ, ഞാൻ അതിന് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർശിന്റെ താഴ്ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ വീഴുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് തല ഉയർത്താൻ വേണ്ടി പറയുന്നു, നബിയെ തങ്ങൾ ചോദിക്കുക, ചോദിച്ചത് ഞാൻ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ശഫാഅത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത്, ആ ശഫാഅത്തുൽ ഉളുമാ എല്ലാ ആളുകൾക്കും അത് ആവശ്യമാണ്. ആ ശഫാഅത്തിന്റെ ഉടമയാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് സ്വല്ലല്ലാഹു വസല്ലമ അലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വലാത്തും സലാമും ആ പ്രവാചകരുടെ മേലിൽ ഉണ്ടാവട്ടെ. വഅലാ ആലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാരുടെ മേലിലും വഅസ്ഹാബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബിന്റെ മേലിലും സച്ചരിതരായ അനുചരന്മാരുടെ മേലിലും. അൽ അംജാദ്, എങ്ങനത്തെ ആലും സഹാബത്തുമാണ്? വളരെ സ്ഥാനങ്ങളുള്ള, ഉയർച്ചയുള്ള, ഷറഫായ മഹാരഥന്മാരാകുന്ന സഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാരും. ആലും ആരാണ് ആല്, ആരാണ് അസ്ഹാബ് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ശേഷം മുസന്നിഫ് റഹിമഹുല്ലാഹ് തന്നെ വിവരിക്കുന്നുണ്ട്. എങ്ങനത്തെ സ്വലാത്തും സലാമുമാണ്? എങ്ങനത്തെ സ്വലാത്തും സലാമുമാണ്? സ്വലാത്തൻ വസലാമൻ, ഒരു സ്വലാത്തും സലാമും. അഫൂസു ബിഹിമാ, അവ രണ്ടുകൊണ്ടും ഞാൻ വിജയിക്കും. യൗമുൽ മആദ്, യൗമുൽ മആദിൽ ഞാൻ വിജയിക്കുന്നതാണ് എന്ന് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുകയാണ്. അൽ മആദ് എന്ന് പറഞ്ഞാൽ മടക്ക ദിവസം. ആ ദിവസം എന്ന് പറഞ്ഞാൽ മഹ്ശറയിൽ ആഖിറത്തിൽ വെച്ചുകൊണ്ട് വിജയിക്കാൻ സാധ്യമാകുന്ന സ്വലാത്തും സലാമും എന്ന് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു. ഹാദാ വസല്ലു വസല്ലിമു അലാ അഷ്റഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.